നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടക്കൈയിലൂടെ ഒഴുകുന്ന ചൂരൽ മലപ്പുഴയുടെ സംഹാര താണ്ഡവത്തിൽ കേരളം നടുങ്ങുകയാണ്. പുഴയുടെ ഉത്ഭവത്തിൽ നിന്നാണ് കല്ലും മണ്ണും ഇരച്ചെത്തിയത്. അത് ഒരു ഗ്രാമത്തെ ആകെ തകർത്തു. വയനാട്ടിലെ ചൂരൽ മല മുണ്ടക്കൈ പ്രദേശവാസികൾക്ക് ഇന്നലെ നരകരാത്രിയായിരുന്നു. വയനാട്ടിലെയും കോഴിക്കോട്ടെയും ആശുപത്രികളിൽ കഴിയുന്ന പലരും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തെക്കാൾ ഒരു ജീവിതകാലം മുഴുവൻ വേട്ടയാടിയേക്കാവുന്ന നടുക്കത്തിന്റെ ആഘാതത്തിലാണ്. ഒന്ന് കണ്ണടച്ചു നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. രാത്രി 12 മണി കഴിഞ്ഞ് ശബ്ദം കേട്ട് അടുക്കള വാതിൽ തുറക്കുമ്പോൾ വീടിന്റെ പൊക്കത്തിൽ വെള്ളം പാഞ്ഞു വരുന്ന ആ ഒരു കാഴ്ച. മുണ്ടക്കൈയിൽ പുഴയുടെ തീരത്ത് നിരവധി വീടുകളാണുള്ളത്. ചൂരൽ മല വരെ നീളുന്ന ജനവാസ കേന്ദ്രമാണ് ഇവിടം. ഈ പുഴയ്ക്ക് ഇരുവശമുള്ളതെല്ലാം ഉരുൾ കൊണ്ടുപോയിരിക്കുന്നു. മൃതദേഹങ്ങൾ മുണ്ടക്കൈ പുഴയിലൂടെ ഒഴുകി കിലോമീറ്ററുകൾ അപ്പുറമുള്ള ചാലിയാർ പുഴയിലെത്തിയിരിക്കുന്നു. സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്നാണ് നിലമ്പൂരിലെ ചാലിയാറിൽ ഇവ എത്തിയത് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ ദുരന്തവ്യാപ്തി ചിന്തിക്കുന്നതിലും അപ്പുറം തന്നെയാണ്. ഈ തിങ്കളാഴ്ച രാവിലെ മുണ്ടക്കൈ 8-ാം നമ്പറിലും ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. ആ സമയം മുതൽ ചൂരൽ മലപ്പുഴ നിറഞ്ഞാണ് ഒഴുകുന്നത്. അതിലേക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ പുഴയുടെ സംഹാര താണ്ഡവമായി മാറി. പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി ഇത് മാറുമോ എന്ന ആശങ്കയാണ് എങ്ങുമുള്ളത്. കേട്ടു നിൽക്കാൻ കഴിയാത്ത അനുഭവങ്ങളും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളുമാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നും ഓരോ നിമിഷങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 100-ലേറെ പേരുടെ ജീവനെടുത്ത ദുരന്തത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത് 100-ലധികം പേർ. ഉറ്റവരെ കാണാതെ വിങ്ങിപ്പൊട്ടുന്ന മനുഷ്യരെയാണ് ആശുപത്രികളിൽ എങ്ങും കാണാൻ കഴിയുന്നത്. ഒട്ടേറെ പേരുടെ വീടുകൾ, നിരവധി പേരുടെ വാഹനങ്ങൾ, ഇവയെല്ലാം ഉരുൾപൊട്ടലിൽ തകർന്നും ഒലിച്ചും പോയിരിക്കുന്നു. ആശുപത്രിയിൽ നിരത്തിക്കിടത്തിയിരിക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് പൊട്ടിക്കരയുന്ന ചിലർ, കാണാതായ പ്രിയപ്പെട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് തിരയുന്ന മറ്റു ചിലർ. ദുരിത കാഴ്ചകളാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിലും ആശുപത്രികളിലും എല്ലാം തന്നെ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരന്ത തീരമായി മാറി ചാലിയാർ പുഴ. ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടിയിൽ നിന്നും ചാലിയാർ പുഴയിലൂടെ കിലോമീറ്ററുകൾ ഒഴുകിയെത്തിയാണ് മൃതദേഹങ്ങൾ എത്തുന്നത്. പലതും ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട നിലയിലും. അതേസമയം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ചൂരൽമലയിലെ കടുത്ത മൂടൽമഞ്ഞ് ഇപ്പോൾ തുടരുകയാണ്. മുണ്ടക്കൈ ഗ്രാമത്തിൽ നിന്നും 100 പേരെ 122 TA ബറ്റാലിയൻ കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ചൂരൽമലയിലെ 10-ാം വാർഡായ അട്ടൽ മലയിലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് എന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ചൂരൽമലയും 10-ാം വാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചു പോയതിനാൽ തന്നെ അങ്ങോട്ട് കടക്കുക ദുഷ്കരം. 5 സൈനികർ കയർ കെട്ടി 10-ാം വാർഡിലേക്ക് കടന്നുവെങ്കിലും കൂടുതൽ പേരെ എത്തിക്കാനുള്ള കയർ അടക്കമുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നാണ് സൈന്യം പറയുന്നത്. ഒരു നാടിനെ ആകെ ഇല്ലാതാക്കിയ ദുരന്തത്തിൽ ഇനിയും മരണസംഖ്യ ഉയരാതിരിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി തന്നെ പ്രാർത്ഥിക്കാം. അതിനെ ഒറ്റക്കെട്ടായി നേരിടാം. ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും ഇല്ലാതായവർക്കെല്ലാം സഹിക്കാനുള്ള കെൽപ്പ് സർവേശ്വരൻ തരട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.